ഹായ് ഹലോ ആൻഡ് വെൽക്കം ടു ഹലോ മുംബൈ. ലോകമെമ്പാടുമുള്ള ഹലോ മുംബൈയുടെ പ്രേക്ഷകർക്ക് ഒരു നല്ല ദിനം ആശംസിച്ചുകൊണ്ട് ഹലോ മുംബൈയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്നേഹാദരങ്ങളോടെ സ്വാഗതം. ഹലോ മുംബൈ, വോയിസ് ഓഫ് മഹാരാഷ്ട്ര. ഹലോ മുംബൈ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അമൃത്വേണി ഹെയർ എലിക്സിർ ഫോർ വിമൻ. ഹലോ മുംബൈ, ഹലോ മുംബൈ, ഹലോ മുംബൈ. ഞാനിപ്പോൾ നിൽക്കുന്നത് പൂനെയിലെ രാംതെക്കടി എന്നൊരു സ്ഥലത്താണ്. ഇവിടെ ഒരു മലയാളി കഴിഞ്ഞ പല മാസങ്ങളായി, വർഷങ്ങളായി ഉറ്റവരും ഉടയവരും ഇല്ലാതെ റോഡരികിലാണ് താമസിക്കുന്നത്. ആയിരത്തി 1970 അദ്ദേഹം ഇവിടെ വന്നതെന്നും അദ്ദേഹം ഇവിടെ ഒരു റെസ്റ്റോറന്റിൽ ഏകദേശം ഒരു 10-25 വർഷത്തോളം ജോലി ചെയ്തതെന്നും പറയുന്നു. അതിനുശേഷം മറ്റൊരു മറാഠിയുടെ റെസ്റ്റോറന്റിലാണ് ജോലി ചെയ്തത്. പക്ഷെ അന്നും അദ്ദേഹം താമസിക്കുന്നത് ഇതുപോലെ റോഡരികിൽ തന്നെ ആയിരുന്നു എന്നും പറയുന്നുണ്ട്. നാട്ടിലെ പാലക്കാടെന്നല്ലേ പറഞ്ഞേ? പാലക്കാടാണോ? പാലക്കാട് അല്ല, പക്ഷെ പാലക്കാട്ടുകാരനാണ്. എത്ര വർഷമായി പൂനെ വന്നിട്ട്? കുറച്ച് ദിനമായിട്ടുള്ളൂ. നാട്ടിൽ ആരൊക്കെയുണ്ട്, വീട്ടിൽ ആരൊക്കെയുണ്ട് അറിയാമോ? നാട്ടിൽ പോണമെന്നുണ്ടോ? ഇല്ല. നാട്ടിൽ പോണമെന്നില്ല. അതെന്തു പറ്റി? പോയിക്കൊണ്ടിരിക്കുന്നു. ഞാൻ പല പ്രാവശ്യം അദ്ദേഹവുമായി സംസാരിക്കാൻ ശ്രമം നടത്തി, പക്ഷെ അദ്ദേഹം ഒന്നും തിരിച്ചു പറയുന്നില്ല. അദ്ദേഹത്തിന് നാട്ടിൽ പോകാൻ ആഗ്രഹമില്ല എന്ന് ഏകദേശം മനസ്സിലായി. പക്ഷെ ചെറിയൊരു മാനസിക പ്രശ്നമുണ്ട് എന്നാണ് എനിക്കും തോന്നുന്നത്. അതുകൊണ്ട് അദ്ദേഹം പറയുന്ന ഒന്നും നമുക്ക് അങ്ങോട്ട് തിരിയുന്നുമില്ല, അദ്ദേഹം പറയുന്ന അത്ര വിശ്വാസവുമല്ല. MP ഫുഡ് എന്നൊരു റെസ്റ്റോറന്റ് ഓണറാണ് എൻ്റെ കൂടെ ഉള്ളത്. ഇദ്ദേഹത്തിന് ഈ മനോജിനെ കുറിച്ചുള്ള ചില കാര്യങ്ങൾ അറിയാം. നേരിട്ട് അറിയില്ലെങ്കിൽ എന്റെ ഉപ്പാന്റെ അടുത്ത് പണ്ട് മുതൽ ഉണ്ടായിരുന്ന ആളാണ്. എത്ര വർഷം മുമ്പ് ഉണ്ടായിരുന്നു? ഇതൊരു 70s 80s കാലഘട്ടത്തിൽ പുള്ളി വന്നതാ ഇവിടെ. അത് കഴിഞ്ഞ് നട്ടരാജിൽ അവിടെ കുറെ കാലം പണിയെടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇവിടെ തൊട്ടടുത്ത് ഇവിടെ ഒരു കടയില് തൊട്ടടുത്ത് ഒരു ക്യാൻറ്റീൻ ഉണ്ട്, അവിടെ പുള്ളി വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഈ പുള്ളി ഇവിടെ ഒരുപാട് കാലമായിട്ട് നമ്മളിങ്ങനെ കാണും പലപ്പോഴൊക്കെ. ഇതിന് മുന്നൊരാള് 2 സ്റ്റാറിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, വിജയൻ. പുള്ളിനായിട്ട് കുറച്ച് സംസാരവും ബന്ധമൊക്കെ ഉണ്ടായിരുന്നു. പുള്ളി ഇപ്പൊ നാട്ടിലാണ്. തിരൂര് പരിയാപുരം. അപ്പം ആ കടയിലത്തെ ആചാര്യായിരുന്നു, ഷെഫായിരുന്നു വിജയൻ. വിജയന്റെ എന്തെങ്കിലും നമ്പറോ ഡീറ്റെയിൽസോ എല്ലാം താങ്കളിലുണ്ടോ? ഞാനൊന്ന് സംഘടിപ്പിക്കാൻ നോക്കാം. തീർച്ചയായും സംഘടിപ്പിക്കാം. അങ്ങനെ ഒരു വല്ലാത്തൊരു പരിതാവസ്ഥയിലാണ് ഞങ്ങൾ അദ്ദേഹത്തെ കാണുന്നത്. ഇപ്പൊ പുള്ളിനെ നിങ്ങൾ കണ്ടോ? ഞങ്ങൾ കണ്ടു. അദ്ദേഹം വളരെ 2 സ്റ്റാർ എന്ന് പറഞ്ഞ ഹോട്ടലിൽ ഉള്ളി തൊളിക്കാൻ വേണ്ടിയിട്ട് ഒരു 2 ശമ്പളം ഒന്നും കിട്ടിയിട്ടുണ്ടാവില്ല പുള്ളി. കാരണം അതിന്റെ മുതലാളി എത്രയോ കാലമായിട്ട് ഇങ്ങനെ പുള്ളിനെ ഇങ്ങനെ ഒരു കുറച്ച് പൊട്ടനാണ്. അപ്പൊ ആ കാരണം കൊണ്ട് പുള്ളി അവിടെ തന്നെ, വേറെ കാര്യങ്ങളൊന്നുമില്ല. ഒരുപാട് കാലമായിട്ട് അവിടെ തന്നെയാണ്. ഞാൻ കണ്ട മുതൽ ഒരു 10 വർഷമായിട്ട് ആ കടയിൽ തന്നെ പണിയെടുക്കുന്നത്. മനോജ് പണ്ട് ജോലി ചെയ്തു എന്ന് പറയുന്ന 2 സ്റ്റാർ റെസ്റ്റോറന്റ് എന്ന് പറഞ്ഞ ഇതാണ്. നമുക്ക് എന്തെങ്കിലും ഇതിന്റെ ഓണറോടൊന്ന് ചോദിക്കാം. ഈ റെസ്റ്റോറന്റിലാണ് അദ്ദേഹം ഏകദേശം 10 വർഷത്തോളം ജോലി ചെയ്യുന്നു പറയുന്നത്. कितना साल काम किया होगा ये मनोज ने? हमसे काम नहीं किया हुआ, ऐसे फ्री में उसको खाना पीना हम लोग देखेंगे। इधर काम नहीं करता? काम नहीं, उसको मेंटेनिंग है। अच्छा, कितना साल से आप जानते हो उसको? मेरे ख्याल से उसको 32-33 साल से हमारा होटल ओपनिंग किया, जब भी से वो इधर आना जाना चालू किया। अच्छा, इधर आके कुछ बट थोड़ा काम करता था ना? कुछ भी नहीं, ऐसे प्रेम से ज्यादा उसका मेंटेनिंग काम कर रहा है। फिर हमने उसको किधर रहता था ये एक्चुअली वो MB स्टॉल है, किधर भी वैसा सोता है, किधर मिलेगा तो उधर सो जाता है. ऐसा कुछ जगह किधर नहीं था? कुछ उसको कोई नहीं है. സോ ഇദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്. അദ്ദേഹം ഇവിടെ പണ്ടൊരു മലയാളിക്ക് വാടക കൊടുത്തിരുന്നു. ആ മലയാളിയുടെ അടുത്ത് ഈ പറഞ്ഞ മനോജ് കുറച്ച് നാള് ജോലി ചെയ്തിരുന്നു. ജോലി എന്ന് പറഞ്ഞാൽ ഇവിടെ വന്ന് ചെറിയ ജോലികൾ ചെയ്യും, അതിനുവേണ്ടി ആഹാരം കിടക്കാനുള്ള സ്ഥലവും കൊടുക്കുമായിരുന്നു. പക്ഷെ എന്നിരുന്നാലും ഇദ്ദേഹം താമസിച്ചുകൊണ്ടിരുന്നത് അന്നും റോഡിലാണെന്നാണ് ഇവർ പറയുന്നത്. നമ്മളുടെ പോലെ തന്നെ പണ്ട് ജോലി അന്വേഷിച്ച് പൂനെയിൽ വന്നതാണ് ഈ മനോജ് എന്ന ഈ തൃശ്ശൂർക്കാരൻ. പക്ഷേ ഇന്ന് അദ്ദേഹം റോഡിലാണ്. 35 ലക്ഷത്തിലധികം മലയാളികളുണ്ട് ഇവിടെ ഈ മഹാരാഷ്ട്രയിൽ. ഇവിടെയാണ് ഇങ്ങനൊരു മലയാളിക്ക് ഇങ്ങനൊരു ഗതികേട്. അല്ല, ഞാൻ ചോദിക്കുന്നത്, ഇങ്ങനൊരു മലയാളി ഇന്നിവിടെ കിടക്കാണ്. താങ്കളൊരു സമാജത്തിന്റെ പ്രവർത്തകൻ കൂടിയാണ്. ഏതെങ്കിലും സമാജത്തിന് മെമ്പർഷിപ്പ് അങ്ങനൊന്നുമില്ല? മെമ്പർഷിപ്പ് ഉണ്ടോന്നറിയില്ല, പക്ഷേ പണ്ട് കേരളീയ സമാജത്തിന്റെ ഇവിടെ ഒരു ടപ്പറി ഉണ്ടായിരുന്നു. അതിനകത്തായിരുന്നു പണ്ട് കിടന്നുകൊണ്ടിരുന്നത്.
ഓക്കെ. അപ്പൊ അത് കേടായപ്പോൾ അവരെടുത്ത് മാറ്റിയപ്പോൾ പുള്ളിക്കാരൻ ഇപ്പൊ ഇവിടെ ഈ ഭൂമി തരിശായ ഭൂമിയിലാണ് കിടപ്പും വല്ലപ്പോഴും കുളിക്കും. കഷ്ടമാണ് അല്ലെ മലയാളികളുടെ കാര്യം. അല്ല, ഇദ്ദേഹത്തെ കുറിച്ച് അറിയാവുന്ന മറ്റാരുമില്ല. അദ്ദേഹം എവിടെയാണ്? നമുക്ക് ഇദ്ദേഹത്തെ ഒന്ന് നാട്ടിലെത്തിക്കാൻ ഏതെങ്കിലും രീതിയിൽ ചെയ്യാൻ പറ്റും? പക്ഷെ അദ്ദേഹത്തിനോട് നമ്മൾ ഇതിനു മുമ്പ് സംസാരിച്ചപ്പോൾ അദ്ദേഹം നാട്ടിൽ പോകുന്നതിന് താല്പര്യമില്ല. അദ്ദേഹം ഒന്ന് മാത്രമേ ആവശ്യപ്പെടുന്നുള്ളൂ: കഴിക്കുവാൻ എനിക്ക് എന്തെങ്കിലും തരണം, കുടിക്കുവാൻ എനിക്ക് കുറച്ച് വെള്ളം വേണം. അല്ലാതെ മറ്റൊന്നും അദ്ദേഹത്തിന് ആവശ്യമില്ല. ഇവിടെ കിടക്കുന്നതിന്റെ കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചാൽ അതിലൊന്നും അദ്ദേഹത്തിന് കുഴപ്പമില്ല. എനിക്ക് കഴിക്കാൻ ആഹാരം മാത്രം മതി എന്നാണ്. मनोज को मैं 10 साल से देखा इधर पहले। अच्छा अच्छा था, बाद में कुछ दिमाग में फर्क गिरा तो इधर उधर घूमते हैं साइकिल पे। इधर होटल में काम करता था? हाँ, एक होटल में काम करने का एमबीए में किया पहले, बाद में वो वही गाड़ी में नटराज में काम किया। अच्छा आदमी था लेकिन बहुत अभी क्या करे, वो जो है वो ठीक है अपने अपने तकदीर से। वो तो 15 साल से वही रास्ते पे सो रहा है, पहले से काम करने के टाइम में भी वैसे ही है. वैसे ही है. ഇദ്ദേഹത്തെ പരിചയമുള്ളവർ തൃശൂർ കേച്ചേരിക്കാരനാണെന്നാണ് പറയുന്നത്. തീർച്ചയായും ദയവ് ചെയ്ത് ഞങ്ങളുമായി ബന്ധപ്പെടുക. അദ്ദേഹത്തിന് ഒരു സുരക്ഷിതമായ കൈകളിൽ നമ്മൾ എത്തിച്ചു കൊടുക്കേണ്ടത് നമ്മളുടെ കൂടെ ആവശ്യമാണ്. 35 ലക്ഷത്തിലധികം വരുന്ന മലയാളികൾ പാർക്കുന്ന ഈ മഹാരാഷ്ട്രയിൽ ഇങ്ങനൊരു മലയാളി റോഡിൽ തീർച്ചയായും ഇങ്ങനെ കിടക്കുവാൻ പാടുള്ളതല്ല. അദ്ദേഹത്തെ രക്ഷിച്ചെടുക്കേണ്ടത് നമ്മുടെ കൂടെ കടമയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് മഹാരാഷ്ട്രയുടെ സാംസ്കാരിക തലസ്ഥാനമായ പൂനെയിലാണ്. പൂനെയിലെ KPNSSന്റെ ഒരു വിഷു കൂട്ടായ്മയാണ്. ഞങ്ങളൊരു എപ്പിസോഡിൽ പറഞ്ഞ പോലെ വിഷു ആഘോഷങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ എല്ലാ ഞായറാഴ്ചയും ആഘോഷങ്ങളാണ്. അങ്ങനെ ഒരു ആഘോഷമാണ് ഇന്ന് കേന്ദ്രീയ പൂനെ നായർ സർവീസ് സൊസൈറ്റി അണിയിച്ചൊരുക്കുന്ന വിഷു കാഴ്ചയിലേക്ക് ഏവർക്കും സ്വാഗതം. വിഷു കൂട്ടായ്മ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Mangrajyoti Group, from financial empowerment to industrial innovation. അപ്പം നമുക്ക് ഇന്നത്തെ പ്രോഗ്രാം ലിസ്റ്റ് അറിയാം. ഇത് രണ്ട് ഇവിടുത്തെ വളരെ ഫേമസ് ആയിട്ടുള്ള രണ്ട് അവതാരികമാരാണ് എന്റെ കൂടെ ഉള്ളത്. ഒരാൾ 25 വർഷം എന്തോയി അല്ലേ? 25 വർഷം കഴിഞ്ഞു. അടുത്തയാള് 25 വർഷം ആയില്ല, എന്നാലും ആയെന്ന് പറയില്ല. അപ്പൊ പ്രായം രണ്ടുപേരെയും പിടികിട്ടി. ഓക്കെ, ഇന്ന് എന്തൊക്കെയാണ് പ്രോഗ്രാം ഇവിടെ? കുറച്ച് ഡാൻസ് ഒക്കെ ഉണ്ട്, മോഹിനിയാട്ടം, ഭരതനാട്യം, പിന്നെ അടിപൊളി ഒരു ഭൂതപ്പാട്ടുണ്ടായിരുന്നു. ഞാൻ ഭൂതം പണ്ട് ഒരു അമ്മയുടെ സ്നേഹത്തിന്റെയും വാത്സല്യത്തിന്റെയും മുന്നിൽ അടിയറവ് പറഞ്ഞ് കുഞ്ഞിനെ തിരിച്ചു നൽകിയ എന്നെ നിങ്ങൾക്കറിയാം. എന്നാൽ ഇന്ന് ഞാൻ തിരിച്ചു വന്നിരിക്കുകയാണ്. ഒരു കുഞ്ഞിന് വേണ്ടിയല്ല, ആണെന്നോ പെണ്ണെന്നോ വേർതിരിവില്ലാതെ അവർക്ക് നേരെ ഉയരുന്ന ആ കരങ്ങൾ അറത്തു മാറ്റാൻ. പേടിച്ചു നിൽക്കുകയാണ്. എന്തായിരുന്നു സംഭവം? ഇത് ഭൂതപ്പാട്ടാണ്. നമ്മുടെ ആണും പെണ്ണും ഇതില്ലാതെ തന്നെ കുഞ്ഞുങ്ങളെ ആൾക്കാർ കൊണ്ടുപോയിട്ട് അതിനെ രക്ഷപ്പെടുത്തുന്ന ഒരു കൺസെപ്റ്റ് ആണ്. എങ്ങനെയാണ്, ആരാണ് ഈ തീമിന്റെ പുറകിലുള്ള ഡയറക്ടർ? ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചാണ് ഇത് സെലക്ട് ചെയ്തത്. ഞങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് ഡിഫറെന്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു തീം എടുത്തിട്ട് കുട്ടിയും അമ്മയും ഒക്കെ ആകുമ്പോൾ ആ ഒരു ഇമോഷൻസ് കിട്ടുമല്ലോ, അതുകൊണ്ട്. തീർച്ചയായും. അപ്പൊ നമുക്ക് എന്തെങ്കിലും ആ പരിപാടി ഒന്ന് കണ്ടേക്കാം. തന്നൂടെ, ഞാൻ കൊണ്ടുപോയിക്കോളാം. മലകളും മരങ്ങളും താണ്ടി ഒരുത്തനും വേട്ടയാടാത്ത എന്റെ സ്വർഗത്തിലോട്ട്. ഇത്ര ദിവസം
ദിവസം എടുത്തു ഇങ്ങനെ പ്രോഗ്രാം ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്? ഇത് ആക്ച്വലി ഞങ്ങൾ ഒരു തുടക്കം പറഞ്ഞ ജാനുവരി മാസം ഞങ്ങളൊരു മീറ്റിംഗ് കൂടിയിരുന്നു. ആ സമയത്ത് ഒരു തീരുമാനം എടുത്തതാണ് ഇങ്ങനെ ഒരു വിഷു കൂട്ടായ്മ നടത്തണമെന്ന്. 4 മാസം എടുത്തു. ഫുൾ 4 months എഫേർട്സ് എടുത്തു. ഒരു നല്ല ടീം വർക്ക്, ഓർഗനൈസിംഗ് കമ്മിറ്റി ആയിക്കോട്ടെ, മാനേജിംഗ് കമ്മിറ്റി ആയിക്കോട്ടെ, എല്ലാവരും നല്ല സഹകരണം, എല്ലാ കരയോഗക്കാരും നല്ലൊരു സഹകരണം സഹായം തന്നിട്ടുണ്ട്. തീർച്ചയായും എനിക്ക് തോന്നുന്നു കേരള ഗവർണർ എല്ലാവരും ഇവിടെ എത്തുന്നുണ്ട്. നിങ്ങൾ 9 കരയോഗമാണ് അല്ലേ ടോട്ടൽ അല്ലേ? 9 കരയോഗം. ഈ 9 കരയോഗങ്ങളും ചേർന്ന് എല്ലാവരും എത്തിക്കഴിഞ്ഞു. രാവിലെ 9 മണിക്ക് ഇത്ര ദൂരം ഉണ്ടായിട്ട് ആൾക്കാർ മുഴുവൻ എത്തി എന്നുള്ള അല്ലേ? स्वरुणी अंतःकरणे तुझलंके അപ്പൊ നമ്മളിപ്പോ നിൽക്കുന്നത് KPNSSന്റെ ഒരു ഡാൻസ് ട്രൂപ്പിനോടാണ്. ടീച്ചർ കലാമണ്ഡലം ഗീത നായർ. എത്ര വർഷമായി പ്രാക്ടീസ് ചെയ്തിട്ട്? ഞാൻ 41 years. 41 years. അപ്പൊ നമുക്ക് ഇനി ഒരു 4 ദിവസം നമുക്കൊന്ന് ആഘോഷിക്കണ്ടേ? ഓക്കെ, എത്ര കുട്ടികളുണ്ട്? ഞങ്ങളുടെ ഒരു 85. നിങ്ങൾ എങ്ങനെ ജോലിക്കൊക്കെ പോകുന്നവരാണോ അതോ പഠിക്കുന്നവരാണോ? അതെ, ഞാൻ സ്കൂളിലെ വൈസ് പ്രിൻസിപ്പളാണ്. പ്രിൻസിപ്പളാണ്. ഓക്കെ, പ്രിൻസിപ്പൾ പറയും. ഞാൻ 4th സ്റ്റാൻഡേർഡിലായിരുന്നപ്പോൾ മാമിന്റെ കൂടെയാണ്. 4th സ്റ്റാൻഡേർഡ് മുതലേ. അപ്പോൾ പ്രിൻസിപ്പളായിട്ട് എത്ര വർഷം ചോദിച്ചാൽ ഏജ് വെളി വരും. അവിടെ തരത്തിലും പറയുന്നത്. അപ്പോൾ എന്തെങ്കിലും താങ്ക് യു സോ മച്ച്. ശരിക്കും നമ്മൾ ഈ പ്രോഗ്രാം കണ്ടതിന് ശേഷമാണ് ഇത്രയധികം നല്ല രീതിയിൽ അവരിത് പ്രാക്ടീസ് ചെയ്ത് കലാകാരിമാരും പ്രോഗ്രാം അവതരിപ്പിച്ചു എന്നുള്ളതാണ്. ഇവരെ പ്രോത്സാഹിപ്പിക്കേണ്ടത്, ഇവർക്ക് നിരവധി വേദികൾ നൽകേണ്ടത് അത് നമ്മുടെയും കൂടെ കർത്തവ്യമാണ്. എന്തെങ്കിലും KPNSSന് ഒരു വലിയ സല്യൂട്ട് ഇങ്ങനൊരു പ്രോഗ്രാം ഓർഗനൈസ് ചെയ്തതിന്. ആരൊക്കെയാണ് ചീഫ് ഗസ്റ്റ്? ആരൊക്കെയാണ്? നമ്മുടെ ചീഫ് ഗസ്റ്റ് ഓണറബിൾ ഗവർണർ അർലേക്കർ സാറാണ്. കേരളത്തിന്റെ ഓണറബിൾ ഗവർണറാണ്. വി ഓൾ ആർ എക്സൈറ്റഡ് ഫോർ ദ പ്രോഗ്രാം. प्रिय सहोदरी सहोदरांमारे नमस्कारम. मला पुन्हा एकदा केरळमध्ये आल्यासारखं वाटलं. एवढ्या दूर मी आलो आणि आज पुन्हा मी केरळमध्ये असल्याची मला भावना झाली, केवळ तुमच्या सगळ्यांच्या कृपेमुळे, आशीर्वादामुळे. आणि मी तुम्हाला माझ्या केरळमध्ये येण्याचं आमंत्रण देत आहे. केरळ आता माझा आहे. तुम्हाला पुणेकरच म्हटलं पाहिजे. आपला देश एवढा मोठा आहे आणि या देशाची एकता, अखंडता ही आपण कुठेही गेलो तरी ती कायम असते. प्रधानमंत्री नरेंद्र मोदी यांनी एक नारा दिलेला आहे, घोषणा केलेली आहे.
एक भारत श्रेष्ठ भारत. भारत ज्या ज्या वेळी एक राहतो त्या त्यावेळी भारत श्रेष्ठ होतो. പിന്നെ എനിക്ക് കൂടാതെ എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ലോക്കൽ മഹാരാഷ്ട്രയിലത്തെ കുറച്ച് MLA MPs അങ്ങനെ ലോക്കൽ നേതാക്കന്മാര് അവരെയൊക്കെ വിളിച്ചിട്ടുണ്ട്. പൂന ഒരു കൾച്ചറൽ ഹബ്ബാണ്. അത് കാരണം ശരിക്കും വ്യത്യസ്തമായ പരിപാടികളാണ്. അതുകൂടാണ്ട് കുറെ മെസ്സേജ് ഓറിയന്റഡ് പരിപാടികൾ, വുമൻ എംപവർമെന്റ്. ഒരു കാര്യം മാത്രം വെറുതെ ചോദിക്കാനുള്ളത്, നിങ്ങൾ 2 അവതാരികൾ സ്ത്രീകളാണ്. പ്രോഗ്രാം അവതരിപ്പിച്ചിട്ട് 99% സ്ത്രീകളാണ്. ഈ പുരുഷന്മാരെവിടെ? That is called women empowerment. ഞാൻ സാധാരണ പ്രോഗ്രാം കാണുമ്പോൾ അടിപൊളിയായിട്ട് ചിരിച്ച് കൈയൊക്കെ അടിച്ചു വരുന്നത്, നിങ്ങൾ എന്താണ് കരഞ്ഞിട്ടാണല്ലോ വന്നത്? ബിക്കോസ് ഇത് ഞങ്ങളുടെ കഥയാണ്. ഇത് എല്ലാ വുമൻസിന് വേണ്ടിയിട്ടുള്ള കഥ. ഓരോ ദിവസവും ഓരോ പെൺകുട്ടികൾ അല്ലെങ്കിൽ ഓരോ സ്ത്രീകൾ അനുഭവിക്കുന്ന ഒരു സ്ത്രീയുടെ കഥയാണ്. बहुत बढ़िया लगा यहाँ जो प्रोग्राम किया है केंद्रीय नायर ग्रुप जो है उन्होंने पूरे पुणे जिला के सभी को इकट्ठा करके प्रोग्राम किया है. और यहाँ समाज जो है वो समाज इकट्ठा होता है. कुछ भी प्रोग्राम हो कुछ भी हो तो अपनापन जो है ये सभी पूरे समाज में है. അല്ല, ആദ്യം നിങ്ങൾ താഴ്ത്തി വെച്ചാൽ മാത്രമേ ഞാൻ ചോദിക്കൂ. അല്ല, ആകപ്പാടെ ഇങ്ങനെ പേടിച്ച് നിൽക്കുകയാണ്. എന്താണ് പരിപാടി? ഇത് ഞങ്ങളുടെ ഒരു ഭദ്രകാളി ഡാൻസ് ആയിരുന്നു. കൊടുങ്ങല്ലൂർ അമ്മയുടെ ബേസ് ആയിട്ട് ചെയ്തതാണ് ഞങ്ങൾ. ഓക്കെ, എത്ര ദിവസമുള്ള പ്രാക്ടീസ് ആണ്? ഒരു 20 ദിവസം ചെയ്തു. ഇത് ആദ്യമാണോ ഈ ഒരു സ്റ്റേജിൽ? ഞാൻ ആദ്യം പേടിച്ചിട്ടുണ്ടാവുന്ന വിചാരിച്ചു. അപ്പൊ അവര് പേടിപ്പിക്കാൻ തയ്യാറാണ്, പേടിക്കാൻ ഞങ്ങളുടെ സ്വഭാവം അശ്ലി രൗദ്രഭാവമാണ്. നിജരൂപ് പുറത്തേക്ക് വന്നു. അവരുടെ സ്വന്തം രൂപം പുറത്തേക്ക് വന്നായി പറയണേ. ഉണ്ടാവും, പക്ഷെ ഇവരുടെ മുഖം മാത്രം കണ്ടു കാണില്ല അല്ലേ? അതെന്തായാലും സംഭവം? ഭൂതപ്പാട്ട് ചെയ്തായിരുന്നു. ഭൂതപ്പാട് ഫുള്ള് കളറൊക്കെ അടിച്ച് അല്ലേ? പക്ഷെ ഇത്ര സുന്ദരി വരാൻ ഞാൻ അറിഞ്ഞില്ല. ഓക്കെ, ഇനിയിപ്പോ അടുത്തെന്താണ് അടുത്ത് നിങ്ങൾ ചെയ്യാൻ പോകുന്നത്? ഞങ്ങളിപ്പോ ചെയ്യാൻ പോകുന്നത് ഗോന്തൽ ഡാൻസ് ആണ്. അത് മറാഠിയിലെ ഒരു ട്രഡീഷണൽ ഡാൻസ് ആണ്, മഹാരാഷ്ട്രയിലെ. സോ ഞങ്ങൾ അത് പ്രസന്റ് ചെയ്യുക. ഓ, അതങ്ങനെ എത്ര നാളെടുത്തത് പഠിക്കാനായിട്ട്? ആക്ച്വലി ഇത് ഞങ്ങൾ നേരത്തെ സ്റ്റേജിൽ പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇത് എടുത്തൊരു 1 month മാക്സിമം. ഇതാണോ അതിന്റെ ഒരു കോസ്റ്റ്യൂം? ഇങ്ങനെയാണ് അതായത് നമ്മളൊക്കെ നമ്മുടെ നാട്ടില് തിരുവാതിരക്ക് കളിക്കാൻ വരുന്നത്. ഇതിന്റെ പേരെന്താണ്? ഗോന്തൽ ഡാൻസ്. അപ്പൊ നമുക്കൊന്ന് ഗോന്തൽ ഡാൻസ് വേണ്ടി തിരിച്ചു അല്ലേ? ഓക്കെ.
എന്താണ് ഈ ഗോന്തൽ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ആക്ച്വലി ഗോന്തൽ മഹാരാഷ്ട്രയിൽ കളിച്ചു വരുന്ന ട്രാൻസ്ജെൻഡേഴ്സ് ആയിട്ടുള്ള അവരാണ്. സോ ദേ ആർ ഗിവിംഗ് ആർ റെസ്പെക്ട് ടു ദ ഗോഡസ്. സോ ദേവിക്ക് വേണ്ടിയിട്ടുള്ള ഒരു സമർപ്പണമാണ് ഈ ഒരു നൃത്തം. ഓ അങ്ങനെയല്ലേ. ചില ആഘോഷങ്ങൾ അങ്ങനെയാണ്, അവരങ്ങനെ ആഘോഷിച്ചുകൊണ്ടേയിരിക്കും. KPNSSന്റെ ഈ ആഘോഷങ്ങൾ ഇവിടെ തീരുന്നില്ല. ഇതിന് ചില പ്രസക്ത ഭാഗങ്ങൾ നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും കാണാം. വിഷുക്കൂട്ടായ്മ നിങ്ങൾക്കായി സമർപ്പിച്ചത് Mangalajyoti Group, from financial empowerment to industrial innovation. Hello Mumbai, hello Mumbai, hello Mumbai, hello Mumbai, hello Mumbai.